വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന റോഡൊക്കെ ഒലിച്ചുപോയി. ഇപ്പോൾ വെറും പാറക്കൂട്ടങ്ങൾ മാത്രമാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. വളരെ സജീവമായി തന്നെ നടക്കുന്ന നദിയുടെ ഒരു ഭാഗത്തു കൂടി ഉള്ള ഒരു താൽക്കാലിക വഴിയിലൂടെ ദരാലിയിലെ ദുരന്തം നടന്ന മേഖലയിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ റോഡ് മാർഗമുള്ള ഈ ദരാലിയിലെ രക്ഷാപ്രവർത്തനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നത് ഇവിടുത്തെ കാഴ്ചകൾ വ്യക്തമാക്കുന്നതാണ്. ദാരാലിയിലെ ദുരന്തഭൂമിയിലേക്ക് ദുർഘടം പിടിച്ച യാത്രയാണ്. ഞങ്ങൾ കുത്തനെയുള്ള മലയിറങ്ങി, നദി കടന്നു, അതുപോലെ തന്നെ മറ്റൊരു മല കയറി. ഇപ്പോൾ ഞങ്ങൾ ദാരാലി മേഖലയിലേക്ക് നടക്കുകയാണ്. ഏതാണ്ട് 30 കിലോമീറ്റർ നടന്നു വേണം ഹർസിലെത്താൻ. ഹർസിലിനടുത്താണ് ഈ ദുരന്തം നടന്ന ദാരാലി മേഖല. ഈ പോകുന്ന വഴിക്കൊക്കെ ഇതാണ് കാഴ്ച. ഇങ്ങനെ മലമുകളിൽ നിന്ന് ഈ കല്ലും പാറക്കല്ലുകളൊക്കെ ഇതുപോലെ ഇടിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഈ റോഡെല്ലാം ഇനി നന്നാക്കണം. ഇതിന്റെ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവിടം കടന്ന് ഈ മേഖലയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. വളരെ ഹൈ റിസ്ക് ആയ ഒരു യാത്ര തന്നെയാണ്. നല്ല മഴ പെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു ആശങ്കാജനകമായ സാഹചര്യം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഏതായാലും ഈ വഴിയിൽ വാഹന ഗതാഗതമില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും കടകളില്ല, ഒരു സംവിധാനങ്ങളുമില്ല, നെറ്റ്വർക്ക് സംവിധാനമില്ല, വൈദ്യുതിയില്ല. അപ്പോൾ അതാണ് ഇപ്പോഴും ഈ ഹർഷിൽ മേഖലയിലെയൊക്കെ തന്നെ അവസ്ഥ. ഏതായാലും ഞങ്ങൾ നടക്കുകയാണ്. നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര വലിയ റിസ്ക് എടുത്താണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. ഏതായാലും ഹർസിലെ ദരാലിയിലെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് അറിയാനുള്ള അതികഠിനമായ യാത്ര തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മൺതിട്ട കൂടി ഇടിഞ്ഞ് താഴേക്ക് പോകാം. आगे रास्ता पैदल जाने के लिए रास्ता है और उसके बाद गाड़ी वाड़ी नहीं जाएगी। अभी भी रोड नहीं है। जल्दी निकालो बहुत डेंजरस है इधर। ഉത്തരാഖണ്ഡിലെ ദുരന്തം നടന്ന ദാരാലിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിന് റോഡുകൾ തയ്യാറാക്കി വരുന്നു BRO. തകർന്ന പാലം നിർമ്മിക്കുകയാണ് BRO. അതിനൊക്കെ ഇനിയും ഒരുപാട് സമയമെടുക്കും. ഏതായാലും റിപ്പോർട്ടർ സംഘം കഴിഞ്ഞ 4 ദിവസമായി ഉത്തരാഖണ്ഡിൽ തുടരുകയാണ്. പക്ഷേ ഇന്ന് റിപ്പോർട്ടർ സംഘം വലിയൊരു റിസ്ക് എടുത്ത് ഇപ്പോൾ ഈ ദരാലി ഗ്രാമത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അതിനായി ഞങ്ങൾ ഗഗ്നാനിയിലെ ആ കൂറ്റൻ മല, ആ മുകളിൽ നിന്ന് ഞങ്ങൾ ഊർന്നൂർന്ന് ഞങ്ങൾ ഈ കാട്ടിനകത്ത് കൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. ദരാലിയിലെ ദുരന്തഭൂമിയിലാണ് റിപ്പോർട്ടർ സംഘം നിൽക്കുന്നത്. ഇവിടെ ഇതാണ് കാഴ്ച. പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്. NDRFും ആർമിയും ഒക്കെ തന്നെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ശരീരം പുറത്തെടുക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ലഫ്റ്റനന്റ് കേണൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഞാൻ നിൽക്കുന്നത് ഹർസിലെ ആർമി ക്യാമ്പിലാണ്. ഇവിടെയൊക്കെ കല്ലിന്റെ വലിയ പാറക്കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും. ഹർസിലെ ഒരു മെസ്സ് തന്നെ ഒലിച്ചുപോയി. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നാളെ രാവിലെ കാണിക്കും. ഈ രാത്രി ആയതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല. മാത്രമല്ല ഇവിടുത്തെ കമാൻഡിംഗ് ഓഫീസർ നാളെ നമ്മളോട് സംസാരിക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹർഷിലെ ആർമി ക്യാമ്പിലാണ്. ഇപ്പോൾ കാണാതായ ജവാന്മാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ സംശയമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഈ മണ്ണിനടിയിൽ ആരുടെയെങ്കിലും ശരീരമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഈ റഡാർ സംവിധാനം സംശയമുള്ള സ്ഥലങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് അവിടെ റഡാർ സംവിധാനം വെച്ച് ആ ഒരു സിഗ്നൽ സിസ്റ്റം ഉപയോഗിച്ച് ഇതിനടിയിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ, അവരുടെ ശരീരമുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധന രാവിലെ നടത്തുകയാണ്. അങ്ങനെ ഈ ഒരു പ്രദേശത്താകെ ഒരു തെരച്ചിൽ നടക്കുകയാണ്. ഇതാണ് ആർമി ക്യാമ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. വലിയ കല്ലുകൾ വന്ന് അടിഞ്ഞ് ഈ പ്രദേശമാകെ ഒരു കരിങ്കൽ പറമ്പായി മാറിയിരിക്കുന്നു. അതല്ലാതെ മറ്റൊന്നുമില്ല. ഈ പ്രദേശത്ത് ഇനി എന്തെങ്കിലും ഒരു നിർമ്മിതി സാധ്യമല്ല. അവിടുത്തെ ആർമി ക്യാമ്പിന്റെ
കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നുപോയി. കെട്ടിടങ്ങൾ, മെസ്സുണ്ട്, അതുപോലെ തന്നെ ജവാന്മാർ താമസിച്ച സ്ഥലങ്ങളുണ്ട്, അതെല്ലാം തന്നെ തകർന്നുപോയി. ഇപ്പോൾ നമുക്ക് ഡോഗ് സ്ക്വാഡ് വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഡോഗ് സ്ക്വാഡിനെ അടക്കം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പരിശോധന നടത്തുകയാണ്. ജവാന്മാർ ഇവിടെ തന്നെ ഉണ്ടാകും, ഇവിടുത്തെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകും എന്നതാണ് ഇപ്പോഴും ആർമി കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആകെ തെരച്ചിൽ നടക്കുന്നത്. ഏതാണ്ട് കെട്ടിടത്തിന്റെ പകുതിയിലധികം വരെ മണ്ണ് മൂടി പോയിട്ടുണ്ട്. അപ്പോൾ 6-7 അടി താഴ്ചയിലേക്ക് മണ്ണ് കുഴിച്ചു മാറ്റണം. അപ്പോൾ സംശയമുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിൽ മണ്ണ് കുഴിച്ച് അവിടെ ആരെങ്കിലും അടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ആരുടെയെങ്കിലും ശരീരമുണ്ടോ എന്ന് അറിയാനാണ്. ആരെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് 5ാമത്തെ ദിവസമാണ് ദുരന്തത്തിന്റെ. കഴിഞ്ഞ 4 ദിവസമായി ഈ തിരച്ചിൽ തുടരുകയാണ്. ഏതായാലും ഇന്ന് കൂടുതൽ ഊർജിതമായ തിരച്ചിലാണ്. നല്ല ആഴത്തിൽ മണ്ണെടുത്ത് ഇവിടെ ഈ പ്രദേശത്ത് സംശയമുള്ള ഇടങ്ങളിലൊക്കെ ഡോഗ് സ്ക്വാഡിന്റെയും അതുപോലെ തന്നെ റഡാർ സംവിധാനത്തിന്റെയും സഹായത്തോടുകൂടി ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ആർമി മെസ്സാണ്. ആർമി മെസ്സിന്റെ എത്ര ഉയരത്തിലാണ് ചെളിയും പാറക്കല്ലുകളും മണ്ണുമൊക്കെ വന്ന് മൂടിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിനപ്പുറത്തുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും അവസ്ഥ സമാനമാണ്. ഇതാണ് ഈ ഹർഷിലെ ആർമി ക്യാമ്പിന്റെ മെസ്സിന് സമീപത്തുള്ള ഒരു കാഴ്ച. ഏതായാലും ഇവിടെ ഇനി എന്തെങ്കിലും ഒരു നിർമ്മിതി ഇവിടെ സാധ്യമല്ല. അത്രയ്ക്ക് ഗുരുതരമായ സാഹചര്യമാണ് ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നത്. അവിടെ ഒഴുകുന്നതാണ് ഭഗീരഥി നദി. അവിടെ നിന്ന് ഇത്ര ഉയരത്തിലേക്ക് നദി കയറി. ഇതൊരു താഴ്ചയുള്ളൊരു പ്രദേശമായിരുന്നു. ഭഗീരഥി നദി കുറച്ചുകൂടി താഴത്തായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഘടന തന്നെ മാറി. ഈ ഒരു താഴ്ചയുള്ള മലഞ്ചെരിവായിരുന്നു, വളരെ മനോഹരമായൊരു മലഞ്ചെരിവായിരുന്നു ഇത്. പൈൻ മരങ്ങളും അതുപോലെ ദേവദാരു മരങ്ങളുമൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു മലഞ്ചെരിവ്. മഞ്ഞുകാലത്തൊക്കെ തന്നെ ഈ പ്രദേശം ആകെ മഞ്ഞുമൂടി വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. അന്ന് ആ സമയത്തൊക്കെ തന്നെ ഈ പ്രദേശം വിനോദസഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമായി മാറും. ഒരുപാട് പേർ ഇവിടെയൊക്കെ തന്നെ വരും, ടൂറിസ്റ്റുകൾ. ഏതായാലും ഇതാണ് പൊതുവെ ഈ ഒരു ഹർഷിൽ മേഖലയിലൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നൊരു കാഴ്ച. ഏതായാലും ഇപ്പോൾ കാണാതായ ജവാന്മാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഹർഷിലെ ആർമി ക്യാമ്പിൽ മെസ്സിന് സമീപത്ത് നടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.